എല്ലാവർക്കും പിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ മുമ്പേ ഈ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ മിക്കവാറും ആൾക്കാർ നമ്മുടെ ചുമന്ന പരിപ്പുണ്ടല്ലോ, മസൂർ ദാൽ, അത് വെച്ചിട്ടാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അത് സക്സസ് ആയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ ചെളി ഉണ്ടായിരുന്നു, അപ്പം നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇത് നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. നേകക്കനെ പോരാ, നല്ലപോലെ വെള്ളം ഒഴിക്കണം. കാരണം ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഒന്ന് വീർക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് വെക്കുക. എനിക്കൊരു 3 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മതിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5-6 മണിക്കൂർ വെക്കാൻ സമയമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിലും വെക്കാം. ഇത് 3 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ, ആ വെള്ളം ഒരുപാട് ഇത് പരിപ്പ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഈ പരിപ്പ് ഒന്നുകൂടെ കഴുകണമെന്ന് തോന്നുന്നവർക്ക് കഴുകാം കേട്ടോ. പിന്നെ ഈ പരിപ്പിലെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണമെങ്കിൽ അരയ്ക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെ വേണം അരയ്ക്കാനായിട്ട്. പരിപ്പിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ട് കേട്ടോ. അരയ്ക്കുമ്പം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. കുറേശ്ശെ പരിപ്പ് കടിക്കാനായിട്ടും കിട്ടണം. ചുമ്മാ ഒന്ന് കറക്കിയെടുത്താൽ മതിയാകുമേ. ഞാനിതിപ്പോൾ മുഴുവനും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. പച്ചമുളക് വലിയ പച്ചമുളകായിരുന്നു കേട്ടോ, ഒരുപാട് അങ്ങ് എരിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 ചേർത്തത്. പിന്നെ ഈ പച്ചമുളക് ഞാൻ ഇങ്ങനെയുള്ള പലഹാരങ്ങളിലൊക്കെ ചേർക്കുമ്പം നടുവേ ഒന്ന് കീറിയിട്ട് പിന്നെയാണ് പൊടിയായിട്ട് അരിയുന്നത്. അന്നേരം ഇത് കടിക്കുകയില്ല, മുളക് കടിക്കുകയില്ല കേട്ടോ. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 3/4 ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മല്ലിയില ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ കളറ് വേണമെന്നുള്ളവർക്കൊക്കെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. കൈകൊണ്ടാണെങ്കിലും ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ ഇളക്കി കൊടുത്ത് കഴിയുമ്പം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം എരിവും തീരെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പുമുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിതുണ്ടാക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വറക്കാനും പൊരിക്കാനും ഒക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഞാൻ കൂടുതലും സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. നമുക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറേശ്ശെയായിട്ട് മാവ് കയ്യിലെടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് വട്ടത്തിലാക്കിയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം സൈഡിൽ വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുവേ. പിന്നെ ഇത് ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും ശരിക്കും വെന്ത് കിട്ടുകയില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറംഭാഗം മാത്രം കരിഞ്ഞിരിക്കും, നല്ലപോലെ മൊരിഞ്ഞിരിക്കും, ഉള്ളൊന്നും വെന്ത് കിട്ടുകയില്ല. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, ഒരുപാട് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കുക. ഓരോ സൈഡും മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ച് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് 2 സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ വാങ്ങിയെടുക്കാം.
വാങ്ങിയെടുക്കണ നേരത്തുണ്ടല്ലോ ഈ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ എണ്ണ അത്രയും കുറവേ കുടിക്കുകയുള്ളൂ. ഈ പലഹാരങ്ങളൊക്കെ എന്ത് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വാങ്ങണ നേരത്തുണ്ടല്ലോ ഈ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അന്നേരം പക്ഷേ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് വാങ്ങിയെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഹൈ ഫ്ലെയിമിലിടുന്ന ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചൂട് ചായയുടെ കൂടത്തിൽ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിലായിട്ട് വരാം. ബൈ ബൈ.